എന്നും മദ്യപിച്ചു വന്ന് ഭാര്യയുമായി വഴക്ക് കൂടുന്ന ഭർത്താവ് എന്ത് ചെയ്യണം? രാത്രി 8 മണി, വീട്ടിലെ എല്ലാ ജോലികളും തീർത്ത് ആ പാവം ഭാര്യ കാത്തിരിക്കുകയാണ്. കുട്ടികൾ ഭക്ഷണം കഴിച്ച് ഉറങ്ങാൻ തയ്യാറാകുന്നു. പക്ഷേ അവളുടെ മനസ്സിൽ ഒരു ഭയം മാത്രം. ഇന്ന് അദ്ദേഹം എങ്ങനെയായിരിക്കും വീട്ടിലേക്ക് വരുന്നത്? ചില നിമിഷങ്ങൾക്ക് ശേഷം ഗേറ്റിന്റെ ശബ്ദം കേൾക്കുന്നു. അവളുടെ ഹൃദയമിടിപ്പ് കൂടുന്നു. കാരണം അവൾക്കറിയാം, ഭർത്താവ് വീണ്ടും മദ്യപിച്ചിട്ടായിരിക്കും വരുന്നത്. വീട്ടിലേക്ക് കയറിയ ഉടൻ തന്നെ കുറ്റങ്ങൾ കണ്ടെത്താൻ തുടങ്ങും. കറിയിൽ ഉപ്പ് കൂടുതലാണ്, വീട് വൃത്തിയായിട്ടില്ല, കുട്ടികൾ ശബ്ദമുണ്ടാക്കുന്നു, അല്ലെങ്കിൽ ഒരു കാരണവും വേണ്ട, എന്തെങ്കിലും പറഞ്ഞ് വഴക്ക് തുടങ്ങും. ചില വീടുകളിൽ ഇത് ഒരു ദിവസത്തെ സംഭവമല്ല, എല്ലാ ദിവസവും ആവർത്തിക്കുന്ന ഒരു വേദനയാണ്. അങ്ങനെ ജീവിക്കുന്ന അനേക സ്ത്രീകൾ ഇന്ന് നമ്മുടെ സമൂഹത്തിലുണ്ട്. പുറത്തുള്ളവർക്ക് അതൊരു സാധാരണ കുടുംബം പോലെ തോന്നും. പക്ഷേ ആ വീടിന്റെ വാതിലുകൾ അടയുമ്പോൾ അവിടെ കണ്ണീരും ഭയവും നിരാശയും മാത്രമായിരിക്കും. ഇത്തരം സാഹചര്യത്തിൽ ഒരു ഭാര്യ എന്താണ് ചെയ്യേണ്ടത്? ആദ്യം ഒരു കാര്യം മനസ്സിലാക്കണം. മദ്യപാനം ഒരു പ്രശ്നമാണ്. പക്ഷേ മദ്യപിച്ചതിന്റെ പേരിൽ ഭാര്യയെ അധിക്ഷേപിക്കാനോ മാനസികമായി തകർക്കാനോ ഭയപ്പെടുത്താനോ ആർക്കും അവകാശമില്ല. ചില സ്ത്രീകൾ വിചാരിക്കും, അദ്ദേഹം മദ്യപിച്ചിട്ടാണ് പറയുന്നത്, നാളെ എല്ലാം ശരിയാകും. പക്ഷേ ദിവസങ്ങൾ മാസങ്ങളാകുന്നു, മാസങ്ങൾ വർഷങ്ങളാകുന്നു, പ്രശ്നം മാത്രം മാറുന്നില്ല. ഓരോ ദിവസവും അവളുടെ ആത്മവിശ്വാസം അല്പാൽപമായി തകരാൻ തുടങ്ങും. അവൾ സംസാരിക്കാൻ പേടിക്കും, ചിരിക്കാനും പേടിക്കും, സ്വന്തം അഭിപ്രായം പറയാനും പേടിക്കും. ഒരു വീട്ടിൽ സ്നേഹത്തെക്കാൾ ഭയം കൂടുതലാകുമ്പോൾ ആ ബന്ധം പതുക്കെ തകരാൻ തുടങ്ങും. ഇത്തരം സാഹചര്യത്തിൽ ആദ്യം ചെയ്യേണ്ടത് എന്താണ്? മദ്യലഹരിയിലുള്ള സമയത്ത് തർക്കിക്കാൻ ശ്രമിക്കരുത്. അത് പലപ്പോഴും തീയിൽ എണ്ണ ഒഴിക്കുന്നത് പോലെയാണ്. ആ സമയത്ത് അദ്ദേഹത്തിന്റെ ചിന്തയും തീരുമാനങ്ങളും സാധാരണ നിലയിലായിരിക്കില്ല. നിങ്ങൾ ഒരു വാക്ക് പറഞ്ഞാൽ അദ്ദേഹം 10 വാക്ക് തിരിച്ചു പറയും. നിങ്ങൾ വിശദീകരിക്കാൻ ശ്രമിച്ചാൽ കൂടുതൽ പ്രകോപിതനാകാം. അതുകൊണ്ട് ശാന്തത പാലിക്കുക. വഴക്ക് വലുതാക്കാതിരിക്കുക. അതുകൊണ്ട് നിങ്ങൾ ദുർബലയാകുന്നില്ല, മറിച്ച് സാഹചര്യം കൈകാര്യം ചെയ്യാൻ ബുദ്ധിപൂർവ്വം ശ്രമിക്കുകയാണ്. അടുത്തതായി, നിങ്ങളുടെ സുരക്ഷയ്ക്ക് പ്രാധാന്യം നൽകുക. വഴക്ക് വെറും വാക്കുകളിലാണോ അവസാനിക്കുന്നത്, അല്ലെങ്കിൽ കയ്യേറ്റത്തിലേക്കും ഭീഷണികളിലേക്കും പോകുന്നുണ്ടോ? ഈ ചോദ്യം വളരെ പ്രധാനമാണ്. കാരണം ശാരീരിക അതിക്രമം ഒരിക്കലും സാധാരണ കാര്യമല്ല. അദ്ദേഹം കോപത്തിൽ ചെയ്തതാണ്, അദ്ദേഹം അങ്ങനെ ഉദ്ദേശിച്ചിട്ടില്ല എന്ന് പറഞ്ഞ് അതിനെ ന്യായീകരിക്കരുത്. നിങ്ങളുടെ സുരക്ഷയും കുട്ടികളുടെ സുരക്ഷയും എല്ലാറ്റിനും മുകളിലാണ്. പിന്നീട് ഒരു ദിവസം അദ്ദേഹം മദ്യലഹരി ഇല്ലാത്ത സമയത്ത് സംസാരിക്കാൻ ശ്രമിക്കുക. കുറ്റപ്പെടുത്തുന്ന രീതിയിലല്ല, മനസ്സിലുള്ള വേദന തുറന്ന് പറയുന്ന രീതിയിൽ. നിങ്ങൾ മദ്യപിച്ചു വരുമ്പോൾ എനിക്ക് ഭയമാകുന്നു, കുട്ടികൾക്കും വിഷമമാകുന്നു, ഇങ്ങനെ സംസാരിക്കുക. ചിലപ്പോൾ സ്നേഹത്തോടെ പറയുന്ന വാക്കുകൾ കോപത്തോടെ പറയുന്ന വാക്കുകളെക്കാൾ കൂടുതൽ സ്വാധീനം ചെലുത്തും. പക്ഷെ ഒരു കാര്യം ഓർക്കണം, സ്നേഹത്തോടെ സംസാരിക്കുന്നതും എല്ലാം സഹിക്കുന്നതും രണ്ടും വ്യത്യസ്ത കാര്യങ്ങളാണ്. നിങ്ങൾക്ക് വ്യക്തമായ അതിരുകൾ ഉണ്ടായിരിക്കണം. അപമാനിക്കുന്ന പെരുമാറ്റം അംഗീകരിക്കില്ല, അധിക്ഷേപം അംഗീകരിക്കില്ല, കയ്യേറ്റം അംഗീകരിക്കില്ല. ഇത് വ്യക്തമായി അറിയിക്കണം. കാരണം അതിരുകളില്ലാത്തിടത്ത് തെറ്റായ പെരുമാറ്റം പലപ്പോഴും തുടരുകയും ചെയ്യും. ചിലപ്പോൾ പ്രശ്നം ഭാര്യയ്ക്ക് ഒറ്റയ്ക്ക് പരിഹരിക്കാൻ കഴിയണമെന്നില്ല. അത്തരം സാഹചര്യങ്ങളിൽ കുടുംബാംഗങ്ങളുടെയും വിശ്വസ്തരായ സുഹൃത്തുക്കളുടെയും സഹായം തേടുക. അതിൽ തെറ്റൊന്നുമില്ല. സഹായം ചോദിക്കുന്നത് ദൗർബല്യമല്ല, മറിച്ച് ധൈര്യമാണ്. മദ്യാസക്തി പലപ്പോഴും ഒരു ആരോഗ്യ പ്രശ്നമാണ്. അതിന് ചികിത്സയും സഹായവും ആവശ്യമാണ്. ഒരു വ്യക്തിക്ക് ഒറ്റയ്ക്ക് അതിൽ നിന്നും പുറത്തു വരാൻ എല്ലായ്പ്പോഴും കഴിയണമെന്നില്ല. അതുകൊണ്ട് കൗൺസിലിംഗ്, ഡി അഡിക്ഷൻ ചികിത്സ, മാനസികാരോഗ്യ സഹായം എന്നിവ ആവശ്യമായി വന്നേക്കാം. ചികിത്സയ്ക്ക് സഹകരിക്കാത്ത ഭർത്താവാണെങ്കിൽ ഭാര്യയുടെ സാഹചര്യം കൂടുതൽ ബുദ്ധിമുട്ടാകാം. അത്തരം സാഹചര്യത്തിൽ ഒരു കാര്യം വ്യക്തമായി മനസ്സിലാക്കണം. മാറാൻ തീരുമാനിക്കേണ്ടത് അയാളാണ്. നിങ്ങൾക്ക് പ്രോത്സാഹിപ്പിക്കാം, സഹായിക്കാം, പിന്തുണ നൽകാം. പക്ഷേ ഒരാൾക്ക് മാറ്റം വരുത്താൻ താല്പര്യമില്ലെങ്കിൽ മറ്റൊരാൾക്ക് അത് നിർബന്ധിച്ച് സാധ്യമാക്കാൻ കഴിയില്ല. ചില ഭാര്യമാർ വർഷങ്ങളോളം കാത്തിരിക്കും, നാളെ അദ്ദേഹം മാറും,
അടുത്ത മാസം മദ്യപാനം നിർത്തും, കുട്ടികളെ ഓർത്ത് ഒരു ദിവസം എല്ലാം ശരിയാക്കും എന്നിങ്ങനെ പ്രതീക്ഷിക്കും. പക്ഷെ പ്രതീക്ഷ മാത്രം കൊണ്ട് ഒരു പ്രശ്നവും മാറില്ല. ഭാര്യ എത്ര പറഞ്ഞാലും, മക്കൾ കരഞ്ഞപേക്ഷിച്ചാലും, മാതാപിതാക്കൾ ഉപദേശിച്ചാലും സ്വയം മാറണമെന്ന് ആ വ്യക്തി തീരുമാനിക്കുന്നതുവരെ യഥാർത്ഥ മാറ്റം സംഭവിക്കില്ല. ചികിത്സയ്ക്ക് പോകാൻ പോലും തയ്യാറല്ലെങ്കിൽ ഭാര്യ സ്വന്തം ജീവിതവും മാനസികാരോഗ്യവും സംരക്ഷിക്കുന്നതിൽ കൂടുതൽ ശ്രദ്ധിക്കണം. അദ്ദേഹത്തിൻ്റെ ഓരോ തെറ്റിനും മറപിടിച്ച് നിൽക്കരുത്. ജോലി സ്ഥലത്ത് കള്ളം പറയുക, ബന്ധുക്കളോട് കാരണം പറഞ്ഞ് രക്ഷപ്പെടുത്തുക, അദ്ദേഹത്തിൻ്റെ പ്രവൃത്തികളുടെ എല്ലാ ഉത്തരവാദിത്വവും ഏറ്റെടുക്കുക, ഇതൊന്നും പ്രശ്നം പരിഹരിക്കില്ല. പലപ്പോഴും അത് പ്രശ്നം തുടരാൻ സഹായിക്കുകയാണ് ചെയ്യുന്നത്. പകരം വ്യക്തമായ അതിരുകൾ നിശ്ചയിക്കണം. മദ്യപിച്ചു വന്ന് അപമാനിക്കുന്നത് ഞാൻ അംഗീകരിക്കില്ല, കുട്ടികളുടെ മുന്നിൽ വഴക്ക് അനുവദിക്കില്ല, സഹായം തേടാൻ തയ്യാറല്ലെങ്കിൽ അതിൻ്റെ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകും എന്നിങ്ങനെ ശാന്തമായും ഉറച്ചും പറയേണ്ടി വരും. അതോടൊപ്പം ഭാര്യ തനിക്ക് തന്നെ പിന്തുണ കണ്ടെത്തണം. വിശ്വസ്തരായ കുടുംബാംഗങ്ങൾ, സുഹൃത്തുക്കൾ, കൗൺസിലർമാർ എന്നിവരുടെ സഹായം തേടാം. കാരണം മദ്യാസക്തിയുള്ള ഒരാളോടൊപ്പം ജീവിക്കുമ്പോൾ പലപ്പോഴും ചികിത്സ ആവശ്യമാകുന്നത് അയാൾക്ക് മാത്രമല്ല, വർഷങ്ങളായി ആ വേദന സഹിക്കുന്ന കുടുംബാംഗങ്ങൾക്കും കൂടിയാണ്. ഒരുപാട് സ്ത്രീകൾ ഒരു തെറ്റ് ചെയ്യാറുണ്ട്. അദ്ദേഹത്തെ രക്ഷിക്കാൻ ശ്രമിക്കുന്നതിനിടയിൽ അവർ സ്വയം നഷ്ടപ്പെടുത്തുന്നു. സ്വന്തം സന്തോഷം, ആരോഗ്യം, ആത്മവിശ്വാസം എല്ലാം പതുക്കെ ഇല്ലാതാകുന്നു. അതിനാൽ ഓർക്കുക, നിങ്ങളുടെ ജീവിതം അദ്ദേഹത്തിൻ്റെ തീരുമാനങ്ങളുടെ ബന്ദിയാകരുത്. അദ്ദേഹം സഹായം സ്വീകരിക്കുന്നുവെങ്കിൽ അദ്ദേഹത്തോടൊപ്പം നടക്കുക. അദ്ദേഹം സഹായം നിരസിക്കുന്നുവെങ്കിൽ നിങ്ങളുടെ സുരക്ഷയും മാനസിക സമാധാനവും ഭാവിയും സംരക്ഷിക്കാൻ ആവശ്യമായ തീരുമാനങ്ങൾ എടുക്കാൻ മടിക്കരുത്. കാരണം സ്നേഹം എന്നത് ഒരാളെ രക്ഷിക്കാൻ ശ്രമിക്കുന്നതാണെങ്കിലും സ്വയം നശിപ്പിക്കുന്നതല്ല. നിങ്ങളുടെ ജീവിതത്തിന് വിലയുണ്ട്, നിങ്ങളുടെ സമാധാനത്തിന് വിലയുണ്ട്, നിങ്ങളുടെ സന്തോഷത്തിന് വിലയുണ്ട്. ഒരിക്കലും അത് മറക്കരുത്. എൻ്റെ അടുത്ത വീഡിയോയ്ക്കായി സബ്സ്ക്രൈബ് ചെയ്യൂ.